നെയിൽ സുന്ദരിനെ ഞാനൊന്ന് കാണട്ടെ. നമ്മൾ വീണ്ടും ഫാമിലിയിലേക്ക് പോകണം ഗായ്സ്. ഓ സുന്ദരി ആയിട്ടുണ്ട്. താങ്ക് യു. സൂപ്പർ ആയിണ്ടോ. ഡ്രസ്സാണെങ്കിൽ പൊളി. ഞാൻ അതിലേറെ പൊളി. അതിൽ പറയുന്നത് എനിക്കറിയാം. ഓക്കെ എന്നാ പോവാ. ഓക്കെ വെച്ചോ വെച്ചോ. എൻ്റെ മുടി 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 എങ്ങനെയൊക്കെയോ താജ്മഹൽ പണിത് വെച്ചാണ് അത് കേടരാണ്ടിരിക്കാൻ. എങ്ങനെയാണ് മിണ്ടാതെ. ഹലോ, എല്ലാവർക്കും നമ്മളുടെ ഒരു കളർഫുൾ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ കാണിക്കുന്നതെന്നറിയോ? അങ്ങനെ കലോത്സവങ്ങളൊക്കെ ഒരുവിധം കഴിഞ്ഞല്ലേ. ഇപ്പൊ ഇതാ ആനുവൽ ഡേ ആയി. എന്താപ്പത് കഥ അല്ലേ? ഒരു അക്കാദമിക് ഇയറും കൂടെ അവസാനിക്കാൻ പോവുകയാണ്. അപ്പൊ എല്ലാ സ്കൂളുകളിലും ഈ ജാനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ സമയങ്ങളിലൊക്കെ ആനുവൽ ഡേ നടക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ പാറുവിന്റെ സ്കൂളിലത്തെ ആനുവൽ ഡേ ആണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ പാറുവിന് 4 പ്രോഗ്രാം ആണുള്ളത്. അതായത് 3 ഡാൻസ് ഉണ്ട്, ഒരു ഗ്രൂപ്പ് സോങ് ആണ്, അതായത് നാടൻ പാട്ട്. സഹോദരയില് അവിടെ ഫസ്റ്റ് കിട്ടിയിട്ടുള്ള ഐറ്റം ആയതുകൊണ്ട് അതുകൊണ്ടാണ് അതിവിടെ പെർഫോം ചെയ്യണത്. പിന്നെ 3 ഡാൻസ് ഐറ്റംസ് ആണ്. അപ്പൊ അതെല്ലാം നമ്മൾ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ ആനുവൽ ഡേ വ്ളോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. പിന്നെ ആദ്യമേ പറയട്ടെ, കുട്ടികൾ ചെയ്യുന്ന ഡാൻസുകളൊക്കെ മിക്കതും നമ്മൾ കോപ്പിറൈറ്റ് ഉള്ള സോങ്സ് ആണ്, അതുപോലെ തന്നെ ഫിലിം സോങ്സ് അങ്ങനെയൊക്കെയാണ്. അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് അതൊന്നും ഇവിടെ ആഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഭയങ്കര വലിയൊരു വിഷമം പറയാണ്. ഇതാണ് വെൽക്കം ഡാൻസ്. നല്ല സൂപ്പർ കളർഫുൾ ഡാൻസ് ആയിരുന്നു കേട്ടോ. Reflection of vibrant culture spirit and talent that defines our school. A heartfelt thank you to Chief Guest Dayananda for gracing their presence and inspiring their achievements. To our teachers, your unwavering support has been the foundation of our creativity and success. To our 2 ദിവസമായിട്ടാണ് ആനുവൽ ഡേ നടന്നിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് ഡേ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ടോപ്പ് സിംഗർ ഫെയിം ദേവനന്ദ ആണ് കേട്ടോ. പാട്ട് പാടാം. എസ്പെറാൻസ 2K25 അതാണ് കേട്ടോ ഈ വർഷത്തെ ആനുവൽ ഡേന്റെ പേരായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതൊരു സ്പാനിഷ് വേർഡാണ്. അതിന്റെ മീനിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോപ്പ്, പ്രതീക്ഷ, അതാണ് കേട്ടോ. അപ്പൊ 2 ദിവസമായിട്ടാണ് ആനുവൽ ഡേ നടന്നിട്ടുണ്ടായിരുന്നത്. അതെന്താ അങ്ങനെ കാരണം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഡേ വന്നിട്ട് മുഴുവൻ മോണ്ടിസറി പ്രീ പ്രൈമറി കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടായിരുന്നു. അതുപോലെ തന്നെ സഹോദയാല് ഫസ്റ്റ് കിട്ടിയിട്ടുള്ള ഗ്രൂപ്പ് ഐറ്റംസ്, അങ്ങനെ സിംഗിൾ ഐറ്റംസ് ആരുടെയും ഒന്നും ഉണ്ടായിരുന്നില്ല, ഗ്രൂപ്പ് ഐറ്റംസ് ആയിരുന്നു. അപ്പൊ അങ്ങനെയാണ്. അപ്പോൾ 2 ദിവസത്തെ പ്രോഗ്രാംസ്. പിന്നെ നെക്സ്റ്റ് ഡേ എന്ന് പറയുന്നത് വലിയ കുട്ടികളുടെ പ്രോഗ്രാംസ് ആയിരുന്നു. അപ്പൊ ഞാൻ എന്തായാലും 2 ദിവസം മുഴുവൻ പ്രോഗ്രാംസ് കണ്ടിട്ടുണ്ട്. 2 ദിവസവും പാറുവിന് പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ദേവനന്ദൻ വളരെ നല്ല നല്ല പാട്ടുകളാണ് പാടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ എല്ലാം ഫിലിം സോങ്സ് അല്ലേ, അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റാത്തത്. പക്ഷെ കുട്ടികൾക്ക് എല്ലാവർക്കും നല്ല പോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു ഗസ്റ്റ് തന്നെ ആയിരുന്നു. കാരണം അവർക്ക് പാട്ട് കേൾക്കാനും ഡാൻസ് കളിക്കാനും ഒക്കെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പൊ അത് കാരണം കൊണ്ട് എല്ലാ തരത്തിലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഗസ്റ്റ് ആയിരുന്നു ദേവനന്ദ. To bring their best to the stage. Each performance has been crafted with passion.
അങ്ങനെ ഉണ്ടോ? ആ പക്ഷെ നമ്മളിതിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ നീട്ടുവരും. പക്ഷെ ആണോ? കുട്ടികളുടെ പ്രോഗ്രാമൊക്കെ ഒരുപാട് നേരം ഇരുന്ന് കണ്ടു. അങ്ങനെ ഏറ്റവും അവസാനത്തെ പ്രോഗ്രാം ആയിരുന്നു അന്നത്തെ ദിവസത്തെ പാറുവിൻ്റെ നാടൻ പാട്ട് എന്നുണ്ടെന്ന്. പിന്നെ പാറുവിൻ്റെയും ഫ്രണ്ട്സൊക്കെ റെഡി ആവാൻ വേണ്ടിയിട്ട്, അപ്പോൾ അവർക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ക്ലാസ് റൂമിലേക്ക് ഞങ്ങൾ പോയിട്ടോ. അപ്പോൾ ആ സമയത്തുള്ള എന്താ പറയുക, പ്രോഗ്രാംസ് കാണാൻ പറ്റിയില്ല, അതൊക്കെ മിസ്സായിപ്പോയി. എന്തായാലും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ, നിറയെ കണ്ടോ, നിറഞ്ഞങ്ങനെ ഇരിക്കുകയായിരുന്നു. കാണാൻ നല്ല രസം, കാരണം രാത്രി സമയം ഫുൾ ലൈറ്റും ഒക്കെ ആയിട്ട്. ഇത് അവരുടെ മുന്നത്തെ ഈ നാടൻ പാട്ട് കണ്ടത് എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ അതിൻ്റെയൊക്കെ അങ്ങനെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, എല്ലാവരുടെയും ഇങ്ങനെ ഫോട്ടോസൊക്കെ. കുട്ടികളുടെ പ്രോഗ്രാമിന്റെ കൂടെ വളരെ കളർഫുൾ ആയിട്ട് മറ്റൊരു ഐറ്റം കൂടെ ഉണ്ടായിരുന്നു. ഒരു ഫാഷൻ ഷോ ആണ്, മമ്മി ആൻഡ് മീ എന്നുള്ള പേരിൽ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോണ്ടിസറി കുട്ടികളുടെ അമ്മമാരുടെ കൂടെ കുട്ടികളും കൂടി ഒരു ഫാഷൻ ഷോ ആണ്. അത് സൂപ്പർ ആയിരുന്നു കേട്ടോ.
അങ്ങനെ ഒന്നാമത്തെ ദിവസത്തെ പ്രോഗ്രാംസ് എല്ലാം ഇതാ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ആനുവൽ ഡേന്റെ ഫസ്റ്റ് ഡേ ഉണ്ടായിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ദിവസത്തെ പ്രോഗ്രാംസ് കാണാം കേട്ടോ. അപ്പോൾ ആ ദിവസത്തിലാണ് പാറുവിന് കൂടുതൽ ആയിട്ട് പ്രോഗ്രാംസ് ഉള്ളത്. ഞാൻ പറയില്ലേ 3 ഡാൻസുകളുണ്ട്. ഒരു വെൽക്കം ഡാൻസ് ഉണ്ട്, ഒരു ക്ലാസ് ഡാൻസ് ഉണ്ട്, പിന്നെ ട്രിബ്യൂട്ട് വയനാട് അങ്ങനെ ഒരു ഡാൻസും കൂടെ ഉണ്ട്. അങ്ങനെ 3 ഡാൻസ് ഉണ്ട്. അപ്പം നമ്മളിതാ ഞാനും ബ്രദും കൂടിയിട്ട് സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ. ഞാൻ അവിടെ PTA എക്സിക്യൂട്ടീവ് മെമ്പർ ആണ് കേട്ടോ. അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റും കൂടെ ആണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ PTA മെമ്പേഴ്സ് എല്ലാവരും പ്രിൻസിപ്പൽ എല്ലാവരും കൂടെ അവിടെ ഗസ്റ്റ് റൂമിൽ ഇരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ദിവസം വീണ്ടും വേറെ ഗസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഗസ്റ്റിനെ വരുന്നത് വേണ്ടിയിട്ട് സ്വീകരിക്കാനും അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടെ അവിടെ കൂടിയതാണ് കേട്ടോ. സ്കൂളിലെ കുട്ടികളുടെ തന്നെ ഗാനമേള ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഈ കാണുന്നതൊക്കെ. നമ്മൾ പാട്ട് എന്തായാലും കേൾപ്പിക്കാൻ പറ്റില്ല, എന്തായാലും ജസ്റ്റ് അവരെന്നെ മാത്രം ഒന്ന് ഇങ്ങനെ കാണിക്കുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ഗോവിന്ദ് ആൻഡ് ആർഷ മെയിൻ സിംഗേഴ്സ് ആയിട്ടുള്ള ഒരു മ്യൂസിക്കൽ ബാൻഡ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെയും കുറേ പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം സിനിമാ പാട്ടുകൾ, ഫിലിം സോങ്സ് ആയതുകൊണ്ട് നമുക്ക് ഒന്നും ഇവിടെ കേൾക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നല്ല പ്രോഗ്രാം ആയിരുന്നു. അനോക്കി ബാൻഡ് എന്നൊരു പേര് അതായിരുന്നു ആ മ്യൂസിക്കൽ ബാൻഡിന്റെ പേര് കേട്ടോ. നയിക്കുന്ന ഗോവിന്ദ് വിനീഷിനും ഹർഷ വിനീഷിനും സമ്മാനിക്കുകയാണ്. ഗോവിന്ദ് വിനീഷ് അവരെ ക്ഷണിക്കുന്നു. സ്കൂളിന്റെ സെക്രട്ടറി മൊയ്തീൻ സാറെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഉപഹാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഹർഷ വിനീഷിനെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇതാണ് കേട്ടോ പാറുവും ഫ്രണ്ട്സും കൂടിയിട്ടുള്ള വെൽക്കം ഡാൻസ്. വളരെ നല്ലൊരു ഡാൻസ് ആയിരുന്നു കേട്ടോ. അത് ഗസ്റ്റ് വരുന്ന സമയത്തുണ്ടായിരുന്ന ഡാൻസാണ്. അപ്പം ഈ ഒരു ഡാൻസ് പക്ഷെ നമുക്ക് ഇവിടെ പാട്ട് വയ്ക്കാൻ നിവർത്തില്ല എന്നുള്ളത് ഭയങ്കര വിഷമം തോന്നുകയാണ് എനിക്ക്. പക്ഷേ ഞാനത് കുട്ടികളുടെ ചാനലിൽ വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എന്താ വെച്ചാൽ അത് മുഴുവനായിട്ട് കാണാമല്ലോ ശരിക്കുള്ള പാട്ട് വെച്ചിട്ട്. അപ്പോൾ അവിടെ പോയിട്ട് കാണാം. ഓക്കെ, അപ്പം നമ്മൾ എന്തായാലും ഇവിടെ കുറച്ച് ഭാഗങ്ങളെ കാണിക്കുന്നുള്ളൂ കേട്ടോ. വളർത്തിയെടുത്തു. ചെറുപ്പം മുതൽ പാട്ട്, ചിത്രരചന എന്നിവയിൽ അസാമാന്യ പാടവം പ്രകടിപ്പിച്ചു. കൂടാതെ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ദർ വാസ് എ ടൈം എന്നെ അങ്ങേയറ്റം ഒഴിവാക്കിയ, അങ്ങേയറ്റം വേദന അനുഭവിച്ചൊരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ എൻ്റെ സ്കൂളിൽ ഞാൻ എത്തുന്നതിന് മുമ്പ് എനിക്ക് കയ്യും കാലും ഇല്ലാത്തത് കൊണ്ട് മറ്റുള്ള കുട്ടികൾക്ക് ഞാൻ ബുദ്ധിമുട്ടാകും എന്ന് പറഞ്ഞ് ഒഴിവാക്കിയ ഒരു സ്ഥാപനമുണ്ടായിരുന്നു. റെഡ് കാർപ്പറ്റ് നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, അമൃത TVൻ്റെ റെഡ് കാർപ്പറ്റ് ഇവൻറ്റിന് വന്നപ്പോൾ അപ്പോഴും ഞാൻ പാടിയിട്ടുണ്ടായിരുന്ന പാട്ടാണ്. അപ്പോൾ നമ്മുടെ ബാബുഖാൻ്റെ പഴയൊരു പാട്ടാണ്, അത് ഞാൻ പാടാം.
കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്തേ കരളിൻ്റെ കോട്ടിലെ കുഞ്ഞിത്തത്തേ കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്തേ കരളിൻ്റെ കോട്ടിലെ കുഞ്ഞിത്തത്തേ. Man with great mission and vision, an innovator in modern teaching strategies. Federation of All India Private School Association and Chandigarh University jointly organized FAP Award for the Best Principal. With immense pride and extreme joy, we invite Abdul Nasser sir to present the Best Principal Award to our medical principal, Mr. Jobin Sebastian. Jobin sir, please step forward to receive the award. Your passion for learning coupled with your outstanding accomplishment has made you a role model for your peers. Really, you deserve it. Congratulations from the core of our heart. This award goes to my colleagues, my management and my students. Thank you very much. Thank you, sir. സെക്കൻഡ് ഡേ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് നൂർ ജലീലയാണ് കേട്ടോ. മോട്ടിവേഷണൽ സ്പീക്കറാണ്. കുട്ടീനെ പറ്റി കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ഒന്നും ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. അപ്പം നിറയെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. എന്തായാലും നല്ല സ്പീച്ചായിരുന്നു. അതുപോലെ പാട്ടൊക്കെ പാടി നല്ല രസമായിരുന്നു കേട്ടോ അത്. Thank you, sir. Thank you, ma'am. ഇനിയുള്ള ഈ ഒരു അടുത്ത ഡാൻസ് ആണ് പാറുവിന്റെ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത്. ഇതിനെപ്പറ്റി പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഇതാണ് ട്രിബ്യൂട്ട് ടു വയനാട്. എനിക്ക് പറയാൻ വാക്കുകളില്ല എന്ന് പറയാം. കാരണം അവിടെ ഇരുന്ന് കണ്ടിട്ടുള്ള ഒട്ടുമിക്ക ആൾക്കാരും കരഞ്ഞിട്ട് തന്നെയാണ് ഈ ഒരു ഡാൻസ് കണ്ടിട്ടുള്ളത്. കാരണം അത്രയും ടച്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അതാണ് ഇതിൽ കാണിക്കുന്നത്. അന്ന് അവിടെ ഉണ്ടായിട്ടുള്ള പല കാര്യങ്ങളും റിലേറ്റ് ചെയ്ത് അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡാൻസ് ആണ് കേട്ടോ ഇത്. ഞാൻ ഈ ഒരു ഡാൻസിന്റെ ജസ്റ്റ് ഒരു ഷോർട്സ് ഇട്ടപ്പോൾ തന്നെ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഫുൾ വീഡിയോ കാണിക്കുമെന്ന്. പക്ഷെ ഫുൾ വീഡിയോ നമ്മൾക്കിതിൽ ഇടാൻ നിവർത്തിയില്ല. പക്ഷെ ഞാൻ ഏതെങ്കിലും രീതിയിൽ അത് വേറെ ചാനലിൽ, കുട്ടികളുടെ ചാനലിൽ ഇട്ടോ അങ്ങനെ എങ്ങനെയെങ്കിലും എനിക്ക് നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. കാരണം അത്ര നല്ല ഒരു ഡാൻസ് ആണ് കേട്ടോ ഇത്. ഇതിലിടയ്ക്ക് വരുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്ത് വോയിസ് കൊടുത്തിട്ടുള്ളത് പാറുവിന്റെ ആ വോയിസ് തന്നെയാണ്. പാറു തന്നെയാണ് വോയിസ് കൊടുത്തിട്ടുള്ളത്.
പിന്നെയും ഒരുപാട് ഡാൻസുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഓരോ ക്ലാസ്സുകൾക്കും ഓരോ തീം കൊടുത്തിട്ട് അങ്ങനെയാണ് കുട്ടികൾ പെർഫോം ചെയ്തിരുന്നത്. അപ്പം മുഴുവനൊക്കെ നമ്മൾ കാണിക്കുക വെച്ചാൽ അത്രേ ഉണ്ട്. അത് കാരണം കൊണ്ടാണ് ഞാൻ വളരെ കുറച്ച് കാണിക്കുന്നത്. ഇതിൽ മുഴുവനൊന്നും ഇല്ല. ചില ഡാൻസുകളൊക്കെ മാത്രമാണ് ഞാൻ ഇതിൽ കാണിക്കുന്നുള്ളൂ കേട്ടോ. ഒരുപാടുണ്ടായിരുന്നു. പന്തൽ കെട്ടാൻ വന്നതോ അതോ സർക്കസ് കളിക്കാൻ വന്നതോ? ഇങ്ങനെയുള്ളവന്മാരുടെ ശല്യം കൊണ്ടാ ചിലരൊക്കെ കല്യാണം ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റി വെക്കുന്നത്. എന്ത് പണിക്കുന്നവരായിക്കോട്ടെ, പന്തൽ പണിക്കുന്നവരായാലും ശരി, പട്ടി പഠിക്കാമെന്നവരായാലും ശരി, ചെയ്യുന്ന പണി വെടിപ്പായിട്ട് ചെയ്യണം. മനസ്സും കരങ്ങളും ഒരേ സ്ഥലത്ത് നിലനിർത്തണം. എന്നല്ലേ പ്രമാണം വെല്ലുപ്പ? എന്താ ശരിയില്ല മാവ? മേക്കപ്പ് കുറച്ച് കുറവാണെങ്കിലേ ഉള്ളൂ. ആരാ മേക്കപ്പ് ചെയ്ത്? ഞങ്ങളുടെ നാട്ടിലെ ബ്യൂട്ടി പാർലർ എടുത്തൊരു പുഷ്പലത ചേച്ചി. കിട്ടി നേരോ? എന്നെ അനുഗ്രഹിക്കണം. എന്റെ കുട്ടിക്ക് മുത്തശ്ശിയുടെ പ്രാർത്ഥനയും അനുഗ്രഹവും എപ്പോഴും ഉണ്ടാവും. എന്റെ മോൻ നന്നായി. എന്റെ മാത്രമല്ല, ഇന്ന് ഈ രാജ്യത്തിന്റെ കൂടി മോനാണ്. ഒരു ജനതയുടെ മുഴുവൻ പ്രാർത്ഥനയും ഇന്ന് എന്റെ കുട്ടിയുടെ കൂടെ ഉണ്ട്. ഈ സ്നേഹവും കരുതലുമാണ് ഇന്ന് എന്നെ ഇവിടെ എത്തിച്ചത്. അച്ഛനമ്മ കുട്ടികൾക്ക് എല്ലാവർക്കും പെർഫോം ചെയ്യാൻ ഒരു അവസരം കിട്ടണം എന്നുള്ള രീതിയിൽ ഒരുപാട് പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്രാവശ്യം ആനുവൽ ഡേ 2 ദിവസമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ മുഴുവൻ കുട്ടികൾക്കും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുകയാണല്ലോ. പിന്നെ പ്രോഗ്രാം കാണാനാണെങ്കിലും അതേട്ടോ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. രാത്രി ആവുന്നവരെ നിറയെ ആൾക്കാർ തന്നെയായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രോഗ്രാം നല്ല സക്സസ് ആയിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ പാറുവിന്റെ 3ാമത്തെ ഡാൻസ്. ഇത് ക്ലാസ് ഡാൻസ് ആണ്. അപ്പൊ നീ അതും കൂടെ കാണാം അല്ലേ. ശരിക്കും യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അവർക്കൊക്കെ താല്പര്യം ശരിക്കും ആനുവൽ ഡേക്ക് ഡാൻസ് കളിക്കാനായിരിക്കും അല്ലേ. കാരണം നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള സോങ്ങും അവർക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള സിനിമാറ്റിക് ഡാൻസും ഒക്കെ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ കുട്ടികൾക്ക് കൂടുതൽ താല്പര്യമായിരിക്കും ആനുവൽ ഡാൻസ് കളിക്കാൻ വേണ്ടി. അങ്ങനെ കുട്ടികളുടെ പ്രോഗ്രാംസ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ ഈ കാണുന്നത് ടീച്ചേഴ്സിന്റെ പ്രോഗ്രാമാണ്. ടീച്ചേഴ്സ് എല്ലാവരും നല്ല ആക്റ്റീവായിരുന്നു, നല്ലതായിട്ട് ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടികളിൽ നിന്ന് ഒട്ടും പിന്നിലല്ലായിരുന്നു അവർ കേട്ടോ. നല്ല നല്ല ഭംഗിയായിട്ട് ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെയും കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം.
of this Esperanza 2K25. And much more to it. And of course, I would like to remind the parents about the board examination of our 10th and plus 2 students. അങ്ങനെ ഈ വർഷത്തെ ആനുവൽ ഡേയും കഴിഞ്ഞിരിക്കുകയാണ്. എത്ര പെട്ടെന്നാണ് ഓരോ വർഷങ്ങൾ പോകുന്നതല്ലേ. +1 പാറു അവിടെ ജസ്റ്റ് ജോയിൻ ചെയ്തതായിട്ടാണ് ഇപ്പോഴും തോന്നുന്നുള്ളൂ. എന്തായാലും സംഭവം ഒരു വർഷം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എല്ലാം കഴിഞ്ഞിട്ടുള്ള കുട്ടിക്കലാശമാണ് ലാസ്റ്റ് കേട്ടോ. Thank you very much. ഇത് ഇപ്പോൾ സ്കൂളിലോ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, നമ്മൾക്കൊക്കെ തന്നെ ഇതൊക്കെ കാണുമ്പോൾ ഒരുപാടൊരു നൊസ്റ്റാൾജിയാണല്ലേ. നമ്മളുടെ കുട്ടിക്കാലം, എല്ലാ കാര്യങ്ങളും, നമ്മുടെ സ്കൂൾ ലൈഫ്, കോളേജ് ലൈഫ്, അതെല്ലാം ഇങ്ങനെ ഓർമ്മ വരും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ. അപ്പോൾ അത് നമുക്കും അതൊരു രസമാണ്. അപ്പോൾ എന്തായാലും നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.